ഉപ്പെടുത്ത് അതിന്റെ സന്തോഷമുണ്ട് കേട്ടോ. കേട്ടോ എന്തായാലും സന്തോഷം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമുക്കിന്നൊരു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിഷിങ് അല്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാചകമാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ പോകും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളെ സഹോദരങ്ങളെല്ലാവരും പോകാറുണ്ടല്ലേ? നല്ലതായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കേട്ടാ. നമ്മളൊക്കെ സുഹൃത്തിനെ വിളിച്ചോട്ടെ. സഹോദരാ പേര് പറഞ്ഞേ. മുത്ത് മഹേഷ് ശങ്കർ ബ്രോ, ശങ്കർ മഹാദേവൻ. നമ്മളെ പാവം മെയിൻ പണ്ടായി കേട്ടാ പാചകക്കാര്. ഹായ്. നമ്മൾ മേടിച്ച് ഫ്രിഡ്ജൊക്കെ വീട്ടാം. നമ്മൾ സഹോദരങ്ങൾ കണ്ടോട്ടാ. സോണി ആണോ? സഹോദരൻ ആര് എല്ലാരും ഉണ്ട്. അൻസി ബ്രോ. അപ്പൊ എല്ലാരും നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടാ. നമ്മളെ കാര്യമായിട്ട് നമ്മളെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് എന്തിനു വേണ്ടിയിട്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നാളെ നല്ല വെട്ടമാകുമ്പോ ഞാൻ പറയാം കേട്ടോ. സമയം 10 മണിയല്ലേ? 10 മണിയായി. ഇപ്പം 10 മണിയായി. ഉള്ളി കരിയുന്നു. നിങ്ങളുടെ പൊന്നാങ്ങൾക്കെന്നെ വേണ്ട പോലും പാചകക്കാർ കൈകേറി പാചകം അറിയണം. അല്ലെങ്കിൽ വരുമ്പോൾ പട്ട കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഭക്ഷണം കഴിക്കേണ്ടി വരും. പാചകം പറയുമ്പോഴത്തേക്ക് 100 പേർക്ക് ആദ്യം നമ്മൾ ഇതിനകത്ത് കടുകിട്ട് അതിനുശേഷം നമ്മൾ കരിവേപ്പില, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ്. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. നമ്മളിതിൻ്റെ ആവശ്യമുള്ള വെള്ളം ചേർക്കുക കേട്ടോ. എന്തെങ്കിലും പറയണോ? അണ്ണനിട്ടോ സാവണ്ണം ചോദിക്കുക എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുമായിരുന്നു. ഉപ്പെടുത്ത് പിന്നെ ഉപ്പാർക്കെല്ലാം വേണം. ഉപ്പ് വേണം. ഇപ്പം 11:30 ചോറുന്നില്ല.
തീ കുറച്ച് മനസ്സിലല്ല പുതിയത് സമയത്ത് അധികം പോയിട്ടില്ല നീ സാധനം അപ്പോൾ പുതിയ ഇതുണ്ട് കാലത്തിൻ്റെ അതിനകത്ത് ചെറു തീർന്ന് ചെറു തീരാണ് അതാ ചോദിച്ചത്. നമ്മളെ നാരങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുളിശ്ശേരി ഇപ്പം പുളിശ്ശേരിക്കുള്ള അയാളുടെ പാട്ടാ അല്ലേ പറഞ്ഞ പുളിശ്ശേരി. രാവണൻ ആ ചെറിയ ചട്ടുമായിട്ട് അവിടെ ഇരുന്നു. രാവണൻ രണ്ട് തോണ്ടിയേച്ചും പോവുക കേട്ടോ. വാക്ക് മൊത്തം ഇവനായി നമ്മളേക്ക്. നമ്മൾ പുളിശ്ശേരി കഴിഞ്ഞ് അച്ചാറ് കഴിഞ്ഞ് പിന്നെ എന്നാ കഴിഞ്ഞ മീൻകറി അല്ലേ? മീൻകറി ഇറച്ചിക്കുള്ള പരിപാടി. അപ്പോൾ അതിന് അതെല്ലാം റെഡിയാക്കുന്നു. നമ്മളെ ലെനിയണ്ണനും സോണി നേരെ കളിക്കുന്നു. നമ്മൾ ഇറച്ചിക്കറിയുടെ പരിപാടി തുടങ്ങി കേട്ടോ. നമ്മള് കാശ്മീരിയ കളി കണക്കിരിക്കും. മസാല അല്ല, ഇത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മളിത് വറ്റിക്കാൻ പോകണം. ഹായ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ വസന്തി. ആണോ? ആ പാത്രം ഒന്ന് തരാവുന്നു. സ്ഥലം വെള്ളം കൂടി ഒഴിക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ടൊരു ഗോപുരം മേടിച്ചു തന്ന ബിനിച്ചേട്ടായുണ്ട്. അപ്പം ബിനിച്ചേട്ടായുടെ മകളുണ്ട് വസന്തി. അവർ ജർമ്മനി തന്നെ. അവർ ജർമ്മനിയിലാണ് പുള്ളിക്കാരി ജനിച്ചും വളർന്നുമല്ല. അപ്പം പുള്ളിക്കാരിയുടെ പിറന്നാളായിരുന്നു, ആഗസ്റ്റ് 25-ാം തീയതി. അപ്പോൾ എൻ്റെ അടുക്കെ ബിനിച്ചേട്ടായി പറഞ്ഞ്, പപ്പി നമുക്ക് കുറച്ച് ഫുഡ് ആരും ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇവിടെ ഇന്ന പോലെ കൊടുക്കാനില്ല. അപ്പം
നമ്മുടെ ആലപ്പുഴ നഗരസഭയുടെ തന്നെ നമ്മുടെ ഉണർവെന്നും പറഞ്ഞുണ്ട്. അതായത് ഈ വനിതാ ശിശു കേന്ദ്രം. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു 10-40 പേരുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സഹകരിച്ച നമ്മുടെ പിള്ളേർ, പിന്നെ നമ്മുടെ ചേട്ടായിയുടെ മക്കൾ, നമ്മുടെ മക്കൾ, അപ്പോൾ എല്ലാവർക്കും കൂടെയായിട്ടാണ് നമ്മളിപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൂടാതെ വസന്തി അമ്മക്ക് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിന് ഈ കരൾ പകുത്ത് കൊടുക്കുന്നു എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്ത ഉടനെ ഈ വസന്തിയുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പാപ്പയുടെ അക്കൗണ്ടിലേക്ക് ഒരു 20,000 രൂപ അയച്ചു തരികയും അത് നമ്മൾ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ അത് ഓൾറെഡി. അപ്പം വസന്തിക്ക് അന്ന് ആ പൈസ കുട്ടിയെ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുകൂടാതെ പ്രത്യേകം ഞങ്ങളെല്ലാവരുടെയും ഒരു ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞങ്ങളുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം ഇന്നലെ രാത്രി മുതൽ ഇന്നലെ സാബുണ്ണ നമ്മൾ പിരിഞ്ഞ് എത്ര മണിക്കാണ്? 3 മണിയാ വെളുപ്പിനെ 3 മണി 3:30 അല്ലേ? പിന്നെ 3:30 പാവകൊണ്ടാണ്. നമ്മൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വ്യക്തമായി കാണത്തില്ല. പാവകൊണ്ടാണ് നമ്മുടെ പാചകം കേട്ടോ. പാവകൊണ്ട ഒന്ന് ചോദിക്കാണ്. അല്ല, പാവകൊണ്ടാണ് നമ്മുടെ പരിപാടി. നമ്മുടെ വീടിൻ്റെ കാര്യം നമ്മൾ എല്ലാവരും ചോദിക്കും. അപ്പം നമ്മളെ ഈ ആഴ്ച ഇല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് നമ്മൾ വാർക്കും. അതെ, നമ്മളെ വീടിൻ്റെ മെയിൻ മേശരിയാണ്. ഇടയ്ക്ക് നമ്മൾ പാചകത്തിന് പോകുന്നേ ഉള്ളൂ. അതെ, പാചകത്തിന് പോകുന്നു. മേശരിപ്പണി അതന്നെ, മേശരിപ്പണിയാണ്. പിന്നെ പാചകം പരിപാടി, കല്യാണ പരിപാടി, അത് ഇത് എല്ലാത്തിനും. അണ്ണ കൈനഗിരി പഞ്ചായത്ത് മറ്റേ വട്ടക്കായൽ. അണ്ണൻ്റെ വീട്ടിൽ വെച്ച് 3-4 സിനിമയൊക്കെ കൊടുത്തിട്ടുണ്ടേ കേട്ടാ. പുള്ളിപ്പുലി, ആട്ടുംകുട്ടി, പിന്നെ ഇത് പാതിരാമണല്, പിന്നെ ഒരു ഇംഗ്ലീഷ് പടം. അണ്ണൻ്റെ വീടൊരു തുരുത്തില കായലിന് നടക്കുന്നത്. ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മുടെ കൈനഗിരി ടെർമിനലിൻ്റെ അങ്ങേ അറ്റത്ത് വട്ടത്തുരുത്ത ദ്വീപ്. ആ ദ്വീപിലാണ് അണ്ണൻ താമസിക്കുന്നത്. നമ്മൾ കന്യാകാണത് തിളച്ച് ഇട്ടായിരുന്നു. നല്ല ഇതാവുന്ന നമ്മളെ സാമു ഉണ്ടെങ്കിൽ നമ്മളോട് പിണക്കോ കേട്ടോ. സാമൊന്നും ഒന്നും പറയത്തില്ല ഇടുമ്പോ. ഇറച്ചി കേട്ടോ. ഞാൻ അത്യാവശ്യമായിട്ട് കട വരന്ന് പോകും. അപ്പം നമ്മളെ മകേഷായിരിക്കും ഇനിയിപ്പം വീഡിയോ കൊണ്ടുപോകണം കേട്ടോ. മകേഷേ വീഡിയോ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേ. ഞാൻ കട വരെ പോയിട്ടുണ്ട്.
കേട്ടോ ചോറ് കോരിയായിരുന്നു ചോറ് കോരിക്കൊണ്ടിരിക്കുക കേട്ടാ എവിടെ പോയതാ പൈപ്പ് വെള്ളം ഉണ്ടോ നോക്കിപ്പോയാ നമുക്ക് ഇവിടെ വെള്ളമില്ല വെള്ളം അതെ 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 ഇവിടെ നമുക്ക് വെള്ളമില്ല വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളത് മുളക് മസാല എല്ലാം അതെ അതെ നമ്മളെ ലെനിയണ്ണൻ 3 മണിക്ക് കട്ട് ചെയ്തിട്ട് പോയിരിക്കുക കേട്ടോ ലെനിയണ്ണൻ 3 മണിയാകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട് ഇപ്പോഴാണ് വരുന്നത് മണി 10 വണക്കമാണ് താവുണ്ണൻ താവുണ്ണൻ ഒന്നും പറയുന്നില്ല നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ താവുണ്ണൻ നമ്മൾ ഇന്നലെ വഴക്ക് വെച്ച് ബീഫ് നമുക്ക് അപ്പോഴാണ് നമ്മൾ പിടിവിട്ടു നമ്മുടെ പാചകമെല്ലാം കഴിഞ്ഞ് കേട്ടോ നമ്മുടെ എല്ലാം ഇവിടെ ഇപ്പോഴത് അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ തോരൻ മീൻകറി നോക്കി മീൻകറി പുളിശ്ശേരി അല്ല ഇതെന്നാ പച്ചടിയാ ചള്ളാസ് 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 ഫുള്ള് ചള്ളാസ് അവളുമാർ തന്നെയാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മളെ മക്കൾ അവിടെ ഇരുന്ന് നമ്മളെ കളിയാക്കുക കേട്ടാ അത് അച്ചാർ ഇത് തോരണം എന്നൊക്കെ പറഞ്ഞാൽ അവളുമാർ നമ്മളെ കളിയാക്കുക പിന്നെ നമ്മളെ ഓലത്ത് അപ്പോൾ ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഇത് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് സാവണ്ണ തകർത്തു പാക്ക് ചെയ്ത് ഇനി ഒന്നും നോക്കണ്ട ആരും നോക്കാനില്ല നമ്മളെ ഉണർവ് അവിടെയാണ് നമ്മൾ പോണത് കേട്ടോ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അല്ല ഇന്ന് രാവിലെ പറഞ്ഞത് അവിടെ വനിതകളായിട്ട് അവിടെ ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞ കുട്ടികളാരും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം കുട്ടികളാരുമില്ല അവിടെ ഒരു 35 പ്രായമുള്ള അമ്മമാർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം ഈ ഫുഡ് കൊണ്ടുപോകുന്നത് അവരുടെ സന്തോഷമായിരിക്കും നമ്മുടെ മതിയാ ചോറല്ലേ അത് ചോറ് പുറകെ വെച്ചാൽ മതി കുലുങ്ങുന്നത് നടത്തു വയ്ക്കും ഓക്കെ ഇവിടെ മറ്റേ ചെറിയ ഉണ്ടാവും അതല്ല ഉണ്ടാവും പിടിക്കുമല്ലോ പിടിക്കുമല്ലോ കറിയൊക്കെ അവിടെ വെക്കും കറി സെന്ററിൽ വെച്ചു അല്ല അല്ലേ
ആ അത് കുഴപ്പമില്ല. ഇത് നമ്മുടെ തോരൻ അച്ചാർ, തോരൻ പച്ചടി. ഇതാണ് മീൻകറിയാ, മീൻകറി, ബീഫ്, മോര്, അത് മീൻകറി. മീൻകറി പിടിച്ചോടാ, ചരിയരുത്. മീൻകറി പിടിച്ചോടാം. പിന്നെ ആരൊക്കെ അപ്പം സന്തോഷമായില്ലേ? സന്തോഷമായി. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയതെന്നാട്ടെ ഇപ്പോൾ ഒരു അമ്മ വന്ന് ഫുഡ് കഴിക്കുന്നു. അതെ അതെ, ഒരുപാട് സന്തോഷം തന്നെ. അത് നമ്മുടെ ആ ചേച്ചി ആണ്. ഇതെന്തോ നമുക്ക് പിന്നെ ഇത് നമ്മുടെയൊക്കെ ദൈവാനുഗ്രഹം. അതെ അതെ അതെ, നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ആ ചേച്ചി കഴിക്കാൻ ഒന്നുകൂട്ടാ. വാ കുഞ്ഞു, വാ കുഞ്ഞ്, വാ ഓടി ഓടി വാ. വെള്ളം മേടിച്ചോണം കേട്ടോ, പിന്നെ ഓർമ്മിക്കുക. വെള്ളം മേടിച്ചോണം. ആ വെള്ളം മേടിക്കണം അല്ലേ? അതാ പറഞ്ഞ, അത് മറക്കരുത്. പിടിച്ചാ മതി. പിടിച്ചോണം. അത് വേണേ ഫ്രണ്ട് വെച്ചേക്ക്. എന്നിട്ട് ഇത് ഈ സാധനം ഫ്രണ്ട് വെച്ചു നിങ്ങളുടെ കാലിലോട്ട് അവർക്ക് ഇരിക്കാൻ സുഖമാണ്. സുരേഷന്റെ വണ്ടിയിലാ പോണത്. പിന്നെ സുരേഷന്റെ വണ്ടിയിലാ പോണത്. സുരേഷന്റെ ഒരു സുരേഷ് ഇപ്പൊ അവിടെ ആകാറായി. പക്ഷേ നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുമെന്ന് അറിയാൻ മേല. നമുക്ക് വീഡിയോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ ഫോട്ടോസ് അല്ലേ. നമ്മൾ സ്ഥലമായി കേട്ടോ, നമ്മൾ ഇവിടെയാ. പൊക്കോ. കുഴപ്പമില്ല. നമ്മളിവിടെ വന്നു കേട്ടാ. കുഞ്ഞിപ്പെണ്ണ് തന്നെ മതി. കുഞ്ഞു കൊടുത്തില്ലേ? ആ ഇവിടെ വനിതാ ശിശുക്ഷേമം പറഞ്ഞാണെങ്കിൽ പറഞ്ഞാൽ ഇവിടെ ഇപ്പം അച്ഛന്മാരും ഉണ്ട്, അമ്മമാരും ഉണ്ട് കേട്ടോ. ആണോ? ആ ഇത് ഇത്ര പ്രായമുള്ളവരല്ല, ആ 60 വയസ്സിന് താഴെ ഇതിലും മേലുള്ളവർ ഇവിടെ താഴെ. ആ ആ ഇവർ വേറെ രീതിയിലൊക്കെ വരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ എത്ര പേരാ? ഇവിടെ 26 പേര്, 28 പേര്. അവിടെ 10 ഞങ്ങളോട് ഒന്നും ചോദിക്കണ്ട, എല്ലാം താടിയ അപ്പയുടെ താടിയെ കുറിച്ചാ പറയുന്നത് കേട്ടാ. ആർക്കും നല്ല എനിക്കൊന്നും മിണ്ടാൻ വയ്യാത്തുണ്ട് കേട്ടാ.
പാഞ്ഞോളാൻ പോയതാ മുനിസിപ്പാലിറ്റിയിലാണ്. പിന്നെ ഞായറാഴ്ച മോന് വേണ്ടല്ലോ, മോന് വേണ്ടല്ലോ. പേരെന്തോ? പേര് ആ 2 വർഷം. ആ അല്ല ഓണത്തിന് അതിന്റെ സന്തോഷമുണ്ട് കേട്ടാ. കേട്ടോ എല്ലാവരും സന്തോഷം കേട്ടോ. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പം നമുക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും, അവരുടെയും ഞങ്ങളുടെയും. ഞാൻ ഇതുവരെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആരോടും പറയത്തില്ല. അല്ല എന്തൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. പറഞ്ഞിട്ടുണ്ടോ? ആ പിന്നെ നമ്മൾ കൊണ്ടുവന്ന എല്ലാവരും എല്ലാ സാധനവും ഒന്നും കഴിക്കത്തില്ല. കുറച്ച് പേര് നമ്മൾ കൊണ്ടുവന്ന കറി എല്ലാം എടുക്കുന്ന 1-2 പേരേ ഉള്ളൂ അല്ലേ അല്ലേ? ഇവിടെ നമ്മുടെ എല്ലാ ഭാഷക്കാരും ഉണ്ട് കേട്ടോ. മലയാളിയുണ്ട്, ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വിളമ്പുന്ന മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റുന്നു. ഇവിടെ 28 പേര്, അപ്പുറം 16 പേര്, അങ്ങനെ മൊത്തം 44 പേരാകട്ടെ. 44 പേര്. കണ്ണ് കാണാൻ മേലാത്തവർ 3 പേരോളം ഉണ്ട് കേട്ടോ. 3 പേരുണ്ട്. അവർക്കാണെങ്കിൽ ഒരാൾ തന്നെ 2-3 പ്രാവശ്യമൊക്കെ മേടിക്കുന്നതാണ്. ഈ കണ്ണ് കാണാൻ വയ്യാത്തവരും നടുവിന് വയ്യാത്തവരൊക്കെ കിടപ്പുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവാ? ചെവിക്കാൻ കട്ടില്ല കൊള്ളാവാ? ചോർന്നുവാ എന്നിട്ടാ പാള് കേട്ടാ ഫോട്ടോ എടുക്കുവാണ്. ചെവി വെക്കാൻ നേരം എന്നിട്ട് മോനോ മോനോ ടാറ്റോ എടുക്കണം. നമ്മളെ ഈ 44 പേര് കഴിച്ചത് നമുക്ക് മിച്ചമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ കൊള്ളുക. അല്ല ചെറിയ പാത്രത്തിൽ ആ അത് തന്നെ, അത് നേരെ കിട്ടും. കറിയൊക്കെ അപ്പുറത്തെ പാത്രത്തിലേക്ക് ഇതെല്ലാം പഴം വെച്ചല്ലേ അല്ലേ? മോര് കറി കഴിയുണ്ട്.
കഴിയുന്നുണ്ടോ? വേണ്ട ഞങ്ങൾ കഴിക്കോളാം. പാത്രമൊക്കെ ഞങ്ങൾ കഴിക്കണം. ഇല്ലടിയല്ല അമ്മ വയ്യാതെ കിടക്കില്ല വെച്ചുമ്പോ നിന്നെ കാണാൻ എന്തോരഴകാണെന്ന് ചെമ്പകപ്പൂമലരേ പൂമലരേ. കൈയും കാര്യം കളിച്ചിട്ട് പോയി. കാരണം എനിക്ക് ഈ കുടനെ അടിക്കാൻ പോലും പവർ കിട്ടുന്നില്ല. നമ്മളിവിടെ നിന്നോണ്ട് കഴിക്കാം. നമ്മുടെ പാചകം ചെയ്ത നമ്മളെ ചേട്ടന്മാരും നമ്മളെ സഹോദരങ്ങളും കേട്ടോ. ഒരു മിനിറ്റ് നമ്മളെ പാചകം നമ്മളെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ പണിയൊന്നുമില്ല. നമ്മളെ സഹായിക്കാൻ ഇന്നലെ ഒന്നും വന്നൊന്നുമില്ല. എന്റെ പൊന്ന് സത്യമായിട്ടും പണിയില്ലായിരുന്നു. മോൻ കണ്ടില്ലണ അപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ. കഴിച്ചോ? തുള്ളി തുള്ളി ഒഴുകി പറയാ